കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഋഷി പറഞ്ഞത് അവിശ്വസനീയമായ കാര്യമാണെങ്കിലും അത് സത്യമായിരിക്കണമെന്ന് അവൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. അവൻ മാക്സിമം സ്പീഡ് കൂട്ടി. ക്ഷീണവും അവശതയും കാര്യമാക്കാതെ അവൻ അവിടേക്ക് പറപ്പിച്ചു വിട്ടു. ഋഷി, എവിടെയാണ് അവള്? ഋഷി അയച്ചെന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവൻ എത്തിച്ചെന്ന് കുറച്ച് അകലെയുള്ള റെസ്റ്റോറന്റിന് മുമ്പിലാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആര്യ തിരയുന്ന ഋഷിയുടെ ഷർട്ടിൽ പിടിച്ച് മഹി ചോദിച്ചതും ഓടിക്കിതച്ചുകൊണ്ട് കിരൺ അവിടേക്ക് വന്നു. മഹി, എടാ, ഞാൻ അവളെ കണ്ടതാടാ. ദേ ആ റെസ്റ്റോറന്റിൽ വെച്ച്. അവിടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. നിങ്ങളെ ഫോൺ വിളിച്ച് തിരിഞ്ഞപ്പോഴേക്കും അവരെ കാണാതായി. ഋഷി നിരാശയോടെ പറഞ്ഞതും കിരൺ അവന്റെ തോളിൽ കൈവച്ചു. നിനക്ക് ആള് മാറിയതാവും ഋഷി, വെറുതെ ഞങ്ങൾക്ക് പ്രതീക്ഷ തരല്ലേ? കിരൺ വേദനയോടെ പറഞ്ഞതും ഋഷി അവന്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ചു. ഇല്ലടാ, ഞാനവളെ ശരിക്കും. നിർത്ത്, നിനക്ക് പ്രാന്തായി ഋഷി. രുദ്രം മരിച്ചു കഴിഞ്ഞു. അവള് കത്തിച്ചാമ്പലാവുന്ന വീഡിയോ എന്റെ ഈ കണ്ണുകൊണ്ടാണ് ഞാൻ കണ്ടത്. വീണ്ടും വീണ്ടും പ്രതീക്ഷ എന്ന് കൊല്ലാക്കൊല ചെയ്യല്ലേടാ. ഋഷിയെ പറഞ്ഞു മുഴിക്കാൻ അനുവദിക്കാതെ മഹി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ചുവിനെ എടുത്ത് അവൻ ഐസ്ക്രീം വാങ്ങിയെന്ന ശ്രാവൺ അവർ പറയുന്നതൊക്കെ കേട്ട് ഒരു കാറിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മഹി പറഞ്ഞതൊക്കെ ഒരു ഞെട്ടലോടെയാണ് അവൻ കണ്ടത്. അന്ന് നന്ദൻ അവരെ കാറിൽ കയറ്റിയതും കാറ് മാത്രം കൊക്കയിലേക്ക് തള്ളിയതും അവൻ ഓർത്തെടുത്തു. രുദ്രം മരിച്ചു, ഇനിയൊരിക്കൽ അവൾ തിരിച്ചു. ഋഷിയിൽ നിന്ന് മുഖം തിരിച്ച മഹി അവർ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ചു മാറി നിൽക്കുന്ന മാളിലേക്ക് കയറിപ്പോകുന്ന രുദ്രയെ കണ്ടതും പറയാൻ വന്നത് പാതിയിൽ നിർത്തി. രുദ്ര! അവൾ തന്നെയാണെന്ന് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തിക്കൊണ്ട് അവൻ ഞെട്ടിലോട് ഉരുവിട്ടതും കിരണും ഋഷിയും അങ്ങോട്ട് നോക്കി. രുദ്ര! അവൻ അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. പിന്നാലെ കിരണും ഋഷിയും. അത് കണ്ട് ശ്രാവൺ അച്ചുവിനെയും കൊണ്ട് മാളിലേക്ക് ഓടി. അവർ കാണാതെ അച്ചുവിനെ കൊണ്ടുപോയി വിഷ്ണുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ തിരികെ വന്നു. രുദ്ര! മഹി മാളിൽ കയറിക്കൊണ്ട് വീണ്ടും അലറി വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞു. നാളുകൾക്ക് ശേഷം അവന്റെ മുഖത്ത് സന്തോഷം മലതല്ലി. ആ മാളിൽ ഓടിക്കയറി ഒരു പ്രാന്തനെ പോലെ അവൻ അലഞ്ഞു. രുദ്ര! ആ മാൾ മുഴുവൻ അവന്റെ ശബ്ദം പ്രതിധ്വനിച്ചു. ആളുകളൊക്കെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവനത് വകവെക്കാതെ ഓരോ സ്ഥലവും കയറിറങ്ങി അവളെ അന്വേഷിച്ചു. കണ്ണാ! കുറച്ചു മാറി തൂണിന്റെ മറവിൽ നിന്ന് അവരെ ഉറ്റുനോക്കുന്ന ശ്രാവണനെ കണ്ടതും കിരൺ നിറകണ്ണുകളോട് ഉരുവിട്ടു. ഒരു പ്രാന്തനെ പോലെ അവൾക്ക് വേണ്ടി അലയുന്ന മഹിയെ നോക്കി കാണുകയായിരുന്നു ശ്രാവൺ. അവന്റെ രൂപവും കോലവും മാത്രം മതിയായിരുന്നു ഇത്രയും കാലം അവൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ. കിരൺ ശ്രാവണിന്റെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞതും ശ്രാവൺ ആരും അവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോയിരുന്നു. കിരൺ അങ്ങോട്ട് പോയി നോക്കിയെങ്കിലും അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. മാള് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിട്ടും രുദ്രയെ കണ്ടിട്ടതായപ്പോൾ മഹി തലയിൽ കൈവച്ച് അടുത്തേണ്ട ബെഞ്ചിലിരുന്നു. അവൻ തലമുടിയിൽ കൈകൾ കൊരുത്തി പിടിച്ച് കുനിഞ്ഞിരുന്നു. നീ എവിടെയാടി? അവൻ വേദനയോടെ സ്വയം പുലമ്പിയതും ഞാൻ ഇതെന്തല്ലോ ശബ്ദം കേട്ട് അവൻ തലയുയർത്തി നോക്കിയതും അവനിരിക്കുന്ന ബെഞ്ചിന്റെ അടുത്തായിരിക്കുന്ന ആ കുറുമ്പിയെ കണ്ട് അവൻ നെറ്റിച്ചുളിച്ചു. കയ്യിലെ ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിക്കുന്ന മാളൂട്ടിയെ കണ്ടതും അവന്റെ കണ്ണുകൾ താനെ വിടർന്നു. അതുവരെ അവൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ആ നിമിഷം അവനെ വിട്ടുപോകുന്ന പോലെ അവന് തോന്നി. കയ്യിലും മുഖത്തും ചോക്ലേറ്റ് വാരി തേച്ചുകൊണ്ട് അവൾ കുലുങ്ങി ചിരിച്ചതും അറിയാതെ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. മേനോ? കയ്യിലെ ചോക്ലേറ്റ് അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചതും മഹി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കുഞ്ഞി കണ്ണുകളും ഉണ്ടക്കവിളും നുണക്കുഴി വിരിച്ചുകൊണ്ടുള്ള കുലുങ്ങിച്ചിരിയുമൊക്കെ കണ്ണെടുക്കാതെ അവൻ നോക്കിയിരുന്നു. മാളൂട്ടി! കയ്യിലൊരു ബാർബി ഡോളുമായി വിഷ്ണു അങ്ങോട്ടേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന മഹിയെ കണ്ട് അയാൾ ഞെട്ടി. അയാൾ മാളുവിനെയും മഹിയെയും പരിഭ്രമത്തോടെ മാറി മാറി നോക്കി. മഹി അയാളെ സംശയത്തോടെ നോക്കിയിരുന്നു. ഡോക്ടർ വിശ്വനാഥ് ഷേണായി? അവനൊരു സംശയത്തോടെ ചോദിച്ചു. ഞെട്ടിൽ വിട്ടുമാറി അയാൾ അവനെ നോക്കി ചിരിച്ചു. ഏയ്, മഹി എന്താ ഇവിടെ? അതും പറഞ്ഞ് വിഷ്വൻ മഹിയുടെ അടുത്തിരുന്ന മാളൂട്ടിയെ വാരിയെടുത്തു. ഞാനൊരാൾ അന്വേഷിച്ചു വന്നതാ. മറുപടി പറയുമ്പോഴും അവന്റെ കണ്ണുകൾ വിഷ്വന്റെ കവളിൽ കയ്യിൽ പുരണ്ട ചോക്ലേറ്റ് തേച്ചു വെക്കുന്ന മാളൂട്ടിയിലായിരുന്നു. എന്നാൽ ശരി മഹി, പിന്നെ ഒരിക്കൽ കാണാം. വിഷ്വൻ അത് പറഞ്ഞിരുന്നു. അച്ചു ഓടി വന്ന് അയാളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. മഹി അച്ചുവിനെയും മാളുവിനെയും മാറി മാറി നോക്കുന്ന കണ്ടതും വിഷ്വൻ നിന്ന് വിയർത്തു. ഈ കുട്ടികൾ? അവൻ വിഷ്വന്റെ മുഖത്തെ വിളർച്ച ഒരു സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചതും വിഷ്വനൊന്ന് ഞെട്ടി. അതെന്റെ ബ്രദറിന്റെ പേരക്കുട്ടികളാ. വീക്കെൻഡ് ആയതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് കരുതി ഇറങ്ങിയതാ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അച്ചുവിന്റെ കയ്യിൽ പിടിച്ച് ധൃതിയിൽ അയാൾ അവിടെ നടന്നുപോയി. മഹി അയാൾ പോകുന്നത് നോക്കി നിൽക്കവേ വിഷ്വന്റെ തോളിലിരുന്ന മാളൂട്ടി അവനെ കൈവീശി കാണിച്ചതും അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രയെ അന്വേഷിക്കുന്നു തുടർന്നു. ശ്രീ, വിടന്നെ! ശ്രാവണനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോകുന്ന രുദ്രയോട് ശബ്ദമുയർത്തിക്കൊണ്ട് അവൻ അവളുടെ കൈ തട്ടിയെറിഞ്ഞു. നിനക്ക് എന്താ പറ്റിയ സ്ത്രീ? എന്തിനാ ഈ ഒളിച്ചുകളിയൊക്കെ? അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. നീ എന്താ അത് ഓർക്കാത്ത?
അവൻ അവൾക്ക് നേരെ ചീറിയതും അവൾ നിന്ന് വിറച്ചു. ഞാനും കരുതി ഒരിക്കൽ പോലും അവർ നമ്മളെ അന്വേഷിച്ചു വന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇന്നും മനസ്സിലായി എനിക്ക്. അവരിൽ നിന്ന് നീ ഞങ്ങളെ മറച്ച് പിടിക്കരുതെന്ന്, അവരിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന്. എത്ര തവണ മഹിയെല്ലാം അറിയിക്കാൻ ഞാനും അച്ഛനും ശ്രമിച്ചതാ. അന്നൊക്കെ നീ ഞങ്ങളെ തടയുകയല്ലായിരുന്നോ? നിന്റെ മനസ്സ് ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്. മഹി നിന്നെ തേടി വരാത്തുള്ള ദേഷ്യം വാശിയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അതങ്ങനെയല്ലെന്ന് ഇപ്പൊ മനസ്സിലായി. പട്ടിയെപ്പോലും നിനക്ക് വേണ്ടി അവൻ അലയുന്ന കണ്ടിട്ടും നിന്റെ മനസ്സ് അറിയുന്നില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാ നീ അവനെ മനസ്സിലാക്കുക? ഒരു പുച്ഛത്തോടെ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ നിറകണ്ണുകളോടെ നിന്നു. മഹിയെ, നീ കണ്ടില്ല അവരെ? അവന്റെ കോലം കണ്ടോ നീ? അവന്റെ അവസ്ഥ കണ്ടോ നീ? ആ അവസ്ഥക്ക് കാരണം നീയാണ് ശ്രീ. നീ മാത്രമാണ്. അവന്റെ സന്തോഷം നീ ഇല്ലാതാക്കി. അവന്റെ കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് അകറ്റി. എന്തിനാ ശ്രീ നീ അവന്റെ ജീവിതം തകർത്ത്? അവന്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എനിക്ക് വലുത് മഹിയേട്ടന്റെ ജീവനായതുകൊണ്ട്. അവന്റെ കൈകൾ തട്ടിമാറ്റി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ശ്രാവൺ ഞെട്ടലോടെ അവളെ നോക്കി. എന്താ? കണ്ണേട്ടൻ ചോദിച്ചില്ലേ അന്ന് പിന്നെ എന്താണ് സംഭവിച്ചെന്ന്? അറിയണ്ടേ? അന്ന് അയാൾ നമ്മളോട് ചെയ്തൊക്കെ അറിയണ്ടേ കണ്ണേട്ടന്? അവൾ അത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്നൊക്കെ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ബോധം വന്നപ്പോൾ ഞാനും കണ്ണേട്ടനും ഒരു ഇരുട്ടുമുറിയിലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അവളുടെ ഓർമ്മകൾ അന്നത്തെ സംഭവങ്ങളിലേക്ക് ഊളിയിട്ടു. ഫ്ലാഷ് ബാക്ക്. തലക്ക് അസഹനീയമായ വേദന തോന്നിയപ്പോഴാണ് രുദ്ര ആയാസപ്പെട്ടുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നത്. അവൾ രണ്ട് കൈ കൊണ്ട് തല താങ്ങി പിടിച്ചു. തലക്ക് വല്ലാത്ത ഭാരം. അവൾ ചുറ്റും നോക്കിയതും ചുറ്റും ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ജനലിൽ നിന്ന് വരുന്ന ചെറിയ പ്രകാശത്തിൽ അവൾ തലയിൽ കൈയമർത്തി എണീറ്റ് വേച്ച് നടന്നു. എന്തിലോ തട്ടി അവൾ മറിഞ്ഞു വീണു. താഴെ ചലനമറ്റി കിടക്കുന്ന ആ രൂപത്തെ കണ്ടതും അവളുടെ ഉള്ളൊന്ന് കാളി. ഇരുട്ടായതുകൊണ്ട് മുഖം വ്യക്തമായിരുന്നില്ല. അവൾ വിറക്കുന്ന കൈകളോടെ ആ രൂപത്തെ ജനലിൽ നിന്ന് വരുന്ന വട്ടത്തിനടുത്തേക്ക് വലിച്ചു. ആ പ്രകാശത്തിൽ ശ്രാവണിന്റെ മുഖം അവൾക്ക് മുന്നിൽ വെളിവായതും അവൾ ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. കണ്ണേട്ടാ! വിറക്കുന്ന ചുണ്ടുകളോടെ അവൾ ഉരുവിട്ടുകൊണ്ട് അവനെ നോക്കി. കണ്ണേട്ടാ, കണ്ണേട്ടാ, എണീക്ക് കണ്ണേട്ടാ! അവൾ അവനെ കുലുക്കി വിളിച്ചതും ഒരു നേർത്ത ഞരക്ക് മാത്രമേ അവനിൽ നിന്നുണ്ടായുള്ളൂ. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ആ മുറിയുടെ വാതിൽ തുറന്നു അവൾ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി. അവിടെ നിത്യയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് വരുന്ന നന്ദനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. How are you, dear? നിത്യയെ അവിടെ നിർത്തി രുദ്രക്ക് മുന്നിൽ മുട്ടൂത്തിരുന്നുകൊണ്ട് നന്ദൻ ചോദിച്ചതും കത്തുന്ന കണ്ണുകളോടെ അവൾ അയാളെ നോക്കി. എന്തു പറ്റി ഡിയർ? ദേഷ്യമാണ് എന്നോട്? അയാൾ വല്ലാത്തൊരു ഭാവത്തിലാണ് അത് ചോദിച്ചത്. ഒന്നും മിണ്ടാതെ അയാളെ നോക്കി ദയിപ്പിക്കുന്ന രുദ്രയെ നോക്കി ചുണ്ടുകൊട്ടി അയാൾ അവിടുന്ന് എണീറ്റു. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചില്ലേ? നിത്യയെ നോക്കി അയാൾ ചോദിച്ചതും നിത്യ ഓടി വന്ന അയാളെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ഡാഡ്, യു ആർ ദി ബെസ്റ്റ്. അവൾ നന്ദനെ വരിഞ്ഞു മുറുക്കിയതും നന്ദൻ അവളെ തലോടിക്കൊണ്ട് ചിരിച്ചു. കൊന്നു കളഞ്ഞേക്കാച്ചാ ഇവളെ. ഇവളില്ലാതാവാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവൾക്ക് വേണ്ടിയല്ലേ അവനെന്നെ തല്ലിയത്. ഇനി അവൻ ഇവളെ ഓർത്ത് ഉരുകി ചാവണം. എനിക്കത് നേരിട്ട് കാണണം. അവളുടെ വാക്കുകളിൽ പക നിറഞ്ഞിരുന്നു. വേണ്ട മോളെ, ഇവളെ കൊല്ലാൻ പാടില്ല. ഇവൾ മരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഇവളെ ഇത്രയും നേരം ഒന്നും ചെയ്യാതിരുന്നേ. കാരണം മരണം ഒരു രക്ഷപ്പെടലാണ്. അങ്ങനെ ഇവള് മരിക്കാൻ പാടില്ല. മരിച്ച് ജീവിക്കണം. അത് കാണുന്നതല്ലേ നമ്മുടെ ഒരു സന്തോഷം. ഇവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അയാൾ രുദ്രക്ക് മുന്നിൽ ചേർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. എന്തു പറ്റിയിടിയോ? വല്ലാതെ ദേഷ്യം വരുന്നുണ്ടോ? അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചത് അവൾ അറപ്പോടെ ആ കൈകൾ തട്ടിമാറ്റി. നിന്റെ ദേഷ്യം നിന്റെ കൈയിൽ തന്നെ വെച്ചോ, ഇല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന ഇരുമ്പോടിയെടുത്ത് അയാൾ ശ്രാവണിനെ ആഞ്ഞടിച്ചു. കണ്ണീട്ടാ! അവനൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ മുരണ്ടതും രുദ്ര ഒരലർച്ചയോടെ അവനടുത്തേക്ക് നീങ്ങി. ഇരിക്കടി അവിടെ! അയാളുടെ അലർച്ചയ്ക്ക് മുന്നിൽ അവളൊന്ന് വിരണ്ടു. നിത്യ ഒരു പുച്ഛത്തോടെ അതൊക്കെ നോക്കി നിന്നു. ഒരടി അനങ്ങിയ നിന്റെ പൊന്നാങ്ങളെ ഞാനങ്ങ് തീർക്കും. അറിയാലോ എന്നെ. ചോര കണ്ട അറപ്പ് മാറിയതാ. അയാളുടെ ഭീഷണിക്ക് മുന്നിൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ അവൾ ഇരുന്നു. ഗുഡ് ഗേൾ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താന്ന് വെച്ചാ കാര്യം സിമ്പിളാണ്. എൻ്റെ ഈ മകൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം വിട്ടുകൊടുത്താ നിനക്ക് ജീവനോടെ ഇവിടുന്ന് പോവാം. അതായത് മഹിയെ ഇവൾക്ക് കൊടുത്തിട്ട് നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവണം. അത്രയുള്ളൂ. നിത്യയെ ചൂണ്ടി അയാളത് പറഞ്ഞതും രുദ്ര അയാളെ തുറിച്ചു നോക്കി. ഇല്ല, മരിക്കേണ്ടി വന്നാലും മഹിയേട്ടനെ ഇവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങളുടെ അതേ ദൂഷിച്ച മനസ്സാ ഇവൾക്കും. വേറെ ആരും മഹിയേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നാലും ഇവളെ വരാൻ ഞാൻ സമ്മതിക്കില്ല.
തളർച്ചയോ വേദനയോ വകവെക്കാതെ അവൾ അയാൾക്ക് നേരെ ചേറിയതും നന്ദൻ കണ്ണന്റെ തലക്ക് ഒന്നുകൂടി ആ വടി കൊണ്ട് അടിച്ചു. കൊന്ന് കളഞ്ഞേക്കാച്ച, ഇവൾ ഒരുപാട് സംസാരിക്കുന്നു. ചത്തു കഴിഞ്ഞാ പിന്നെ ഇവൾ എങ്ങനെ എനിക്ക് തടസ്സം നിൽക്കുന്നു? എനിക്കൊന്ന് കാണല്ലോ. നിത്യ പുച്ഛത്തോടെ പറഞ്ഞു. നിലത്തൊന്നും ഞരങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന കണ്ണനെ നോക്കി രുദ്ര കണ്ണു നിറച്ചു. വീണ്ടും അയാൾ ആ വടി അവന് നേരെ വീശിയതും വേണ്ട വേണ്ട ഒന്നും ചെയ്യല്ലേ പ്ലീസ്. അവൾ ശ്രാവന്റെ മുമ്പിലേക്ക് കയറിയിരുന്നുകൊണ്ട് അയാളോട് കൈകൂപ്പി യാചിച്ചു. കൊന്നു കളഞ്ഞേക്കച്ച, രണ്ടിനെ കൊന്നേക്ക്. നിത്യ ആവേശത്തോടെ പറഞ്ഞതും ആ വടിയിലേക്കും രുദ്രയിലേക്കും അയാൾ മാറി മാറി നോക്കി. അതിന്റെ ആവശ്യം വരില്ല മോള്. മോള് പുറത്തിരുന്നൊരു പാട്ടൊക്കെ കേട്ടിരിക്കുക, അപ്പോഴേക്കും അച്ഛൻ വരാം. നന്ദൻ പറഞ്ഞിരുന്നതും അവൾ രുദ്രയൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. നിനക്കറിയാലോ, നിന്റെ അമ്മ എനിക്ക് വഴങ്ങാതിരുന്നപ്പോ ഞാൻ എന്തൊക്കെയാ അവളെ ചെയ്തതെന്ന്. അവളുടെ ജീവന്റെ ജീവനായ ഭർത്താവിനെ ഞാൻ ഇല്ലാതാക്കി. അവളുടെ മകനെ അവളിൽ നിന്ന് അകറ്റി. ഒരു തെറ്റും ചെയ്യാത്ത ചന്ദ്രന്റെ ജീവിതം വരെ ഞാൻ തകർത്തു. ഒടുവിൽ ആരും തുണയില്ലാതെ നീറി കഴിയുന്ന നിന്റെ അമ്മയെ പിച്ച് ചീന്തിയ ഞാൻ കൊന്നത്. ആ അവസ്ഥ നിനക്ക് വരണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അയാളുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ കണ്ണു നിറച്ച് കുനിഞ്ഞിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞ എനിക്ക് നിന്റെ മഹിയെയും സഹോദരങ്ങളെയും നീയുമായി ഒരു ബന്ധവുമില്ലാത്ത നിന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരുമിച്ച് കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാനിപ്പോൾ വിചാരിച്ച നിന്റെ അപ്പു സഞ്ചരിക്കുന്ന സ്കൂൾ ബസ്സിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കാം. ആ ചെക്കനടക്കം ഒരുപാട് കുഞ്ഞുങ്ങൾ ചിന്നിച്ചിതറുന്ന ആ കാഴ്ച ഐ കാൻറ്റ് ഇമാജിൻ. അയാൾ ക്രൂരമായ ഭാവത്തോടെ പറഞ്ഞതും അവൾ ചെവി പൊത്തി അലറി. ഏയ് കൂൾ ഡൗൺ ഡിയർ, ഞാൻ അങ്ങനെ ചെയ്യില്ല, അതൊക്കെ റിസ്ക് അല്ലേ. പക്ഷെ ഈ വടി കൊണ്ട് ഒന്നുകൂടി ഈ കിടക്കുന്നവന്റെ തലക്കടിച്ച ഒരുപക്ഷെ ഇവൻ ചാവുമായിരിക്കും. മുഖത്ത് പല ഭാവങ്ങളും വരുത്തിക്കൊണ്ട് നന്ദൻ പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് വേണ്ട എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു. ലെറ്റ് മീ ഷോ യു സംതിങ്. നന്ദൻ അതും പറഞ്ഞ് ഫോൺ എടുത്ത് അവൾക്കൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. മഹിക്കയച്ച അവരെ കാറിൽ കയറ്റി കൊക്കയിലേക്ക് തള്ളിയിടുന്ന അതേ വീഡിയോ ആയിരുന്നത്. അത് കണ്ടവൾ ഞെട്ടലോടെ അയാളെ ഉറ്റുനോക്കി. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവും, ഞാനെന്തിനാ നിന്നെയൊക്കെ രക്ഷിച്ചതെന്ന്. പറയാം, ഇത് ഞാൻ നിന്റെ സ്നേഹനിധിയായ ഭർത്താവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കണ്ണിൽ നീയും ഈ കിടക്കുന്നവനും മരിച്ചു കഴിഞ്ഞു. നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവര് നീറി ഇനിയുള്ള കാലം ജീവിക്കണം. അതേസമയം അവരൊക്കെ പിരിഞ്ഞ് അവര് നീറുന്ന കണ്ട് ഒന്നും ചെയ്യാനാവാതെ നീ ഉരുകി തീരണം. ഒരിക്കലും അവരുടെ ആരുടെ കൺമുമ്പിലേക്ക് നീയോ ഇവനോ എത്താൻ പാടില്ല. അതിനേക്കാൾ വലിയൊരു ശിക്ഷ നിനക്കിനി തരാനില്ല. നിന്നെ ഒറ്റയടിക്ക് കൊല്ലുന്നതിനേക്കാൾ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ കൊല്ലുന്നതിലല്ലേ ത്രില്ല്. അതും പറഞ്ഞ് അയാൾ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് നിന്റെ വേണ്ടപ്പെട്ടവരെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചോ. ഇന്നോ നാളെയോ എന്നറിയാതെ മരണം കാത്തു കഴിയുന്ന നിന്റെ ജീവിതമാണോ നിനക്ക് വലുത്, അതോ നിന്റെ ഭർത്താവിൻ്റെയും വേണ്ടപ്പെട്ടവരുടെയും ജീവനാണോ വലുതെന്ന്? അയാളുടെ ആ ചോദ്യം അവൾക്കൊരു അഗ്നിപരീക്ഷയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പൊട്ടി കരഞ്ഞതും നന്ദൻ ഷൂസിനടിയിൽ വെച്ചിരുന്ന ഗൺ കയ്യിലേക്കെടുത്തു. നീ പാഴാക്കുന്ന ഓരോ നിമിഷത്തിനും നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവന്റെ വിലയുണ്ട്. ഗണ്ണിന്റെ ട്രിഗർ വലിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും രുദ്ര ആ തോക്കിൽ കയറി പിടിച്ചു. വേണ്ട, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. ഒരിക്കലും ഇനിയൊരിക്കലും ആരുടെയും കൺവെട്ടത്തേക്ക് പോവില്ല. അവരെയൊക്കെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. അവൾ കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചുകൊണ്ടൊരു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞതും നന്ദൻ ക്രൂരമായി ചിരിച്ചു. നോട്ട് ബാഡ്. നീ നിന്റെ അമ്മയെ പോലെയല്ല. കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിന്റെ അമ്മന്റെ ജീവിതം നശിപ്പിച്ചതിന് നീ നിന്റെ ജീവിതന്റെ മകൾക്ക് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. പിന്നെ നെഞ്ചിലിരിക്കുന്ന ഉണ്ട കൊണ്ട് ഏതു നിമിഷം വേണേലും ചാവാൻ പോകുന്ന നിനക്കെന്തിനാ ഇനി ഭർത്താവും കുടുംബമൊക്കെ? പുച്ഛത്തോടെ അയാൾ പറഞ്ഞതും അവൾ കരച്ചിലടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. ഈ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ നിന്റെ കുടുംബത്തെ ഒറ്റൊരുത്തിനും ബാക്കിയുണ്ടാവില്ല, ഓർത്തോ. അതും പറഞ്ഞ് ദേവൻ അവിടുന്ന് എണീറ്റു. ഇതിനെ രണ്ടിനെയും തൂക്കി ഇവന്റെ വളർത്തച്ഛൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ഇട്ടുകൊടുക്ക്. പിന്നെ വളർത്തുമകന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ അയാളോട് പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ കയ്യിരുന്ന വടിയെടുത്ത് രുദ്രയുടെ നെറ്റിയിൽ ശക്തിയായി കുത്തിയതും അവളൊരു അലർച്ചയോട് നിലംപതിച്ചു.
തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം